ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്ന ഭാഗത്തിലെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ, എന്റെ പേര് കിരൺ. ഒരു 2 മിനിറ്റ് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ള എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ളത് കൊണ്ട് 2 മിനിറ്റ് ക്ഷമിക്കുക, സഹിക്കുക, സഹകരിക്കുക. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഈ എടുക്കുന്ന ക്ലാസിന്റെ PPTs ആൻഡ് PDF നിങ്ങൾക്ക് ആ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുന്നതായിരിക്കും, കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പൊ ഇതില് സിലബസ് ഉണ്ട്. സിലബസിൽ അവിടെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് എന്ന് കാണുന്നുണ്ടാവും. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ടുള്ളത്. ഓക്കെ, ഇത് അതിലെ അഞ്ചാമത്തെ ഭാഗമാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്കൊരു നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഫോർ ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞിട്ട്. ആ പ്ലേലിസ്റ്റിലെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം ഇതൊരു കണക്ഷൻ ആണ്, വലിയൊരു സ്റ്റോറിയാണ്. എന്താണ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കി. ശരി, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ അഴിമതിയും സ്വജനപക്ഷപാതവും വന്നു എന്ന് വെച്ചാൽ മൊത്തം കറപ്ഷൻ ആയി. ആ കറപ്ഷനെ നീക്കാൻ വേണ്ടിയിട്ട് 1773 മുതൽ 1858 വരെ വിവിധ ആക്ടുകൾ ഉണ്ടാക്കി. ഈ ആക്ടുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് പവർ എടുക്കുക. പവർ എടുത്തതിന് ശേഷം ആര് കൊടുക്കുക? ബ്രിട്ടീഷ് പാർലമെന്റ് കൊടുക്കുക. ബ്രിട്ടീഷ് പാർലമെന്റ് ഹെഡിന്റെ പേരാണ് ക്രൗൺ, അല്ലെങ്കിൽ എന്ത് പറയും, രാജാവ്, അല്ലെങ്കിൽ എന്താ, രാജ്ഞി എന്ന് പറയും. അവരുടെ കയ്യിൽ പവർ കൊടുക്കുക. ഇത് ഈ ഒറ്റ ലൈനിലാണ് ഈ മൊത്തം സ്റ്റോറിയും ഇരിക്കുന്നത്. അപ്പൊ സ്റ്റോറി ഒരുപാട് വാക്കുകളും ഒരുപാട് കാര്യങ്ങളും എന്ത് വരും, പഴയ ക്ലാസ്സിലെ കാര്യങ്ങൾ വരും. നന്നായി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോ കാണുക. എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതായിരിക്കും, മനസ്സിലാവുന്നതായിരിക്കും. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഓക്കെ. അപ്പൊ ഒരു സീരീസ് ചെയ്യുമ്പോൾ റീക്യാപ്പ് ഉണ്ടാവില്ലേ, പഴയ ക്ലാസ്സിൽ എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരു നമ്മൾ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പഴയ എപ്പിസോഡ് നടന്നെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു റീക്യാപ്പ് ഉണ്ടാവില്ലേ, അതേപോലെ നമുക്കൊരു റീക്യാപ്പ് നോക്കാം. ഓക്കെ, അപ്പൊ 1773 ആദ്യമായിട്ട് എന്ത് വരുന്നത്, കമ്പനിയിൽ അഴിമതി ഉണ്ട് എന്നുള്ളത് ആരറിയുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് അറിയുന്നത്. അപ്പൊ അതിനെ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ഉണ്ടാക്കി. അതിനുശേഷം ആ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം പവർ കൊടുത്തിട്ടുണ്ടായിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറഞ്ഞ വ്യക്തി എന്ത് പറ്റി, പുള്ളിക്ക് ആകെ പ്രശ്നമായി. ഓക്കെ, പുള്ളി വില്ലൻ ആയിരുന്നു. അപ്പൊ ഈ കമ്പനിയെ മൊത്തം ബ്രിട്ടീഷ് പാർലമെന്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരം അവിടെ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞും കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞും 2 വിഭാഗം ഉണ്ടാക്കി. ഈ ബോർഡ് ഓഫ് കൺട്രോളിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ആളുകളാണ് ഉണ്ടാവുക. അങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇൻഡയറക്ട്ലി എന്താണ്, കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 1793 എന്ത് വന്നു, ചാർട്ടർ ആക്ട് വന്നു. അപ്പൊ കമ്പനിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആര് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി? ബ്രിട്ടീഷ് പാർലമെന്റ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ 1813 എന്ത് വന്ന്, ആക്ട് വന്നു. അപ്പൊ കമ്പനിയുടെ മോണോപ്പൊളി, അതായത് ഇന്ത്യയിലുള്ള ട്രേഡ് മോണോപ്പൊളി എന്ത് ചെയ്തു, ഒഴിവാക്കി. ഇപ്പൊ കമ്പനിയുടെ കയ്യിൽ, കമ്പനി എന്ന് വെച്ചാൽ ബിസിനസ് അല്ലേ ചെയ്യേണ്ടത്, ഇപ്പൊ കമ്പനിയുടെ കയ്യിൽ ആകെ ഇത്രേ സംവിധാനം ഉള്ളൂ. എന്താ സംവിധാനം? ചൈനയിലേക്ക് എന്ത് ചെയ്യാം, വ്യാപാരം നടത്താം, തേയില വ്യാപാരം നടത്താം. ഇത് മാത്രമേ സംവിധാനം ഉള്ളൂ. ഓക്കെ, കമ്പനി ഏകദേശം ഡൗൺ ആയിട്ടുണ്ട്. ഇനി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഈ തേയില വ്യാപാരം എന്താ, നമ്മുടെ അടുത്തതിന്റെ പേരെന്താ, ചൈനയിലെ വ്യാപാരം കൂടി എടുത്തു കഴിഞ്ഞാൽ എന്തായി, കമ്പനി ഔട്ടായി. അപ്പൊ കമ്പനി ഔട്ടാവാൻ പോകുന്ന കാര്യമാണ് 1833 ഉള്ളത്. സാർ, ഞങ്ങൾ പഠിച്ചിട്ട് ഞങ്ങൾക്കറിയാം 1853 വേറൊരു ആക്ട് കൂടി ഉണ്ട്, എന്താ, ചാർട്ടർ ആക്ട് എന്നുള്ളത്. ആ ചാർട്ടർ ആക്ടിനെ വിളിക്കുന്ന വേറൊരു പേരായിരിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് വിളിക്കുന്നതായിരിക്കും. ഇതുവരെയുള്ള എല്ലാ ചാർട്ടർ ആക്ടും നമ്മൾ ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ എന്ത്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ സെന്റ് ഹെലന ആക്ട് ഉണ്ടാവും, അവിടെ നിൽക്കട്ടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട് എന്ന് വിളിക്കും. കാരണം കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആക്ട് ആയിരുന്നു. ഇനി വരാൻ പോകുന്നത്, ഈ ആക്ടിലൂടെ കമ്പനി ഔട്ടായി. ഓക്കെ, ഇനി കമ്പനിക്ക് ഇവിടെ യാതൊരു റോളും ഇല്ല. അങ്ങനെയെങ്കിൽ 1853 അടുത്ത ആക്ട് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ, ഇവിടെ എങ്ങനെ ഭരിക്കാം എന്നതിനെ കുറിച്ച് ഉണ്ടാക്കാൻ പോകുന്ന ആക്ട് ആണ്. സാർ, അത് ലാസ്റ്റ് പറഞ്ഞാൽ മാത്രം മനസ്സിലായില്ല. അത് നമുക്ക് ഈ ക്ലാസിന്റെ അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും, നന്നായിട്ട് മനസ്സിലാവും. എങ്കിൽ നമുക്ക് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ചാർട്ടർ ആക്ട് ഓഫ് 1833. ചാർട്ടർ ആക്ട് ഓഫ് 1833 വിളിച്ച വേറൊരു പേരാണ് ദ സെന്റ് ഹെലന ആക്ട് എന്ന് വിളിക്കും. ഓക്കെ, സാർ, ഇത്രയും നേരമായിട്ട് എല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ട്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആക്ടാണ് പഠിച്ചു വെച്ചത്. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചാർട്ടർ ആക്ട് 1833 എന്താ, പൊന്നപ്പനാണെങ്കിൽ സെന്റ് ഹെലന ആക്ട് എന്താ, തങ്കപ്പനാണ്. അപ്പൊ സെന്റ് ഹെലന ആക്ട് എന്തായിരിക്കും, ചാർട്ടർ ആക്ട് രണ്ടും ഒന്നായിരിക്കും എന്ന് സാർ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ എന്താ സെന്റ് ഹെലന വരാനുള്ള കാരണം എന്താ? സെന്റ് ഹെലന എന്ന് പറയുന്നത് ഒരു ഐലൻഡ് ആണ്, ഒരു ദ്വീപാണ്. എത്ര സുന്ദരമായ ദ്വീപ് നോക്കിക്കേ. ഓക്കെ, ഈ ദ്വീപ് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ട് എന്താ,
എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ദ്വീപാണ്. കാരണം പോർച്ചുഗീസുകാരൊക്കെ വരുന്ന സമയത്ത് ഈ സെന്റ് ഹെലനയിലൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ സെന്റ് ഹെലന വളരെ ഒരു റെസ്റ്റിംഗ് പോയിന്റ് പോലെ ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേർണിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദ്വീപാണ്. ഈ ദ്വീപ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് അത് ക്രൗണിലേക്ക് കൊടുത്തു. എന്ന് വെച്ചാൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. ഇവിടെ വേറെ രാജ്യങ്ങളോ വേറെ പരിപാടിയോ ഒന്നുമില്ല. ഇത് ഈ 1858 കഴിയുന്നത് വരെ രണ്ടുപേരും തമ്മിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക. ഒന്ന് ബ്രിട്ടീഷ് പാർലമെന്റ്, അതിന്റെ ഹെഡ് ആയിട്ടുള്ള ക്രൗൺ, അല്ലെങ്കിൽ അടുത്ത ആളെന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ ഇതിനെ സെന്റ് ഹെലന ആക്ട് എന്ന് വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് ഹെലന എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്. ആ ഐലൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങോട്ട് കൊടുത്തു, ക്രൗണിന് കൊടുത്തു. അതുകൊണ്ട് മാത്രമാണ് അതിനെ സെന്റ് ഹെലന ആക്ട് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വാട്ടർ ഷെഡ് മൂവ്മെന്റ് ആണ് എന്ത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ. ഈ ആക്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് പോ സാറേ, ഈ കഴിഞ്ഞ ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സിലും എന്താ ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്, ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് എന്തില്ല, ഇത് കേട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് മടുത്ത്. എന്നാലും ഇതൊരു ഭയങ്കര സംഭവമാണ് ഈ ആക്ട്. ഏത് ആക്ട്? ചാർട്ടർ ആക്ട്. ഞാൻ ഇതുവരെ വാട്ടർ ഷെഡ് മൂവ്മെന്റ് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു വാട്ടർ ഷെഡ് മൂവ്മെന്റ് ആണ് എന്ത് 1833 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് പുസ്തകത്താളുകളിൽ നിന്ന് പഠിക്കുന്ന ഇന്ത്യ ഉണ്ടാവാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അടുത്ത ചോദ്യം, സർ പുസ്തകത്താളുകളിൽ നിന്ന് പഠിക്കുന്ന ഇന്ത്യ അതിനു മുമ്പ് ഉണ്ടായിട്ടില്ലേ? ഇല്ലല്ലോ മക്കളെ, ഇല്ല. ഓക്കെ, നമ്മുടെ മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരുന്നുണ്ടാവും. പിന്നെന്താ എന്താ പറയാ മറാഠ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിരുന്നുണ്ടാവും. തിരുവിതാംകൂർ സെപ്പറേറ്റ്, കൊച്ചി സെപ്പറേറ്റ്. അതിനെയൊക്കെ മിങ്കിൾ ചെയ്തിട്ട് ഇന്ന് പുസ്തകത്താളെന്ന് കാണുന്ന ഇന്ത്യ ഉണ്ടാക്കണ്ടേ? ആ ഇന്ത്യക്കല്ലേ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? അപ്പൊ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ആക്ട് ആണ് 1833 ചാർട്ടർ ആക്ട്. ഇയാള് വന്നിട്ട് ഇവിടെ കമ്പനിയുടെ കാര്യം പറയുന്നതിന് പകരം ഇതാണല്ലോ പറയുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അതന്നെ എനിക്കും പറയാനുള്ളൂ. കമ്പനിയുടെ അധികാരമൊക്കെ എന്ത് ചെയ്തു, കഴിഞ്ഞു. ഓക്കെ, ഇനി കമ്പനിക്ക് എന്ത് അധികാരം മാത്രമേ ഉള്ളൂ? ട്രേഡിംഗ് അധികാരത്തിൽ ആകെ ചൈനയും ചായയും മാത്രമേ ഉള്ളൂ. അപ്പൊ ഒറ്റ പോയിന്റിൽ എന്താ പറയാ കമ്പനിയെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. എന്താ? ചൈനയും ചായയും കൊടുത്താൽ എന്തായി? കമ്പനിയുടെ എല്ലാ മോണോപ്പൊളിയും കഴിഞ്ഞ് കമ്പനി ഔട്ടായി. സാർ പിന്നെ 1853 ആക്ട് എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പുസ്തകത്താളെന്ന് പഠിച്ച ഇന്ത്യ ഉണ്ടായില്ലേ, ആ ഇന്ത്യക്ക് ഒരു ഹെഡ് ഉണ്ട്, ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ആ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എങ്ങനെ ഭരിക്കണം എന്ന് അറിയില്ല, എന്ന് വെച്ചാൽ നിയമമില്ല. അതിനു വേണ്ടിയിട്ട് ഓരോ പ്രോപ്പർ ആയിട്ട് നിയമസംഹിത ഉണ്ടാക്കാനും അതേപോലെ എന്താണ് ആക്ച്വലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിൽസ് ഉണ്ടാക്കാനും ഇന്ത്യക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് വിവിധ ഘടകങ്ങൾ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ത് 1850 നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 1850 ആകെ ഇത്ര മാത്രം നടക്കുള്ളൂ. എന്തുമാത്രം നടക്കുള്ളൂ? ഇന്ത്യ എങ്ങനെ ഭരിക്കാന്ന് പറഞ്ഞു നോക്കും. കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ കുറെ പേര് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് 1858 ആക്ടിലൂടെ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അതുപോലെ എന്തായി? ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്തു? അധികാരം ഏറ്റെടുത്തു പഠിച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് ശരി തന്നെയാണ്. അതിൽ ആകെ ഇത്രേ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. നേരത്തെ ബോർഡിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് വെച്ചിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ മുഴുവൻ ആരായിരിക്കും? എന്താ പറയാ ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെ ആയിരിക്കും. ആ ബോർഡിനെ മാറ്റിയിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് ആക്കുക എന്നുള്ള പരിപാടി മാത്രമേ ആര് ചെയ്യാൻ പോകുന്നുള്ളൂ? 1858 ആക്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. 1858 ആക്ടിന് മുമ്പ് കമ്പനിയുടെ പവർ എല്ലാം എന്ത് ഉണ്ടാവും? എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഓരോ ക്ലാസ് കഴിയും തോറും കൺസെപ്റ്റ് നമ്മൾ എന്താണ് ഒരു പടിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ക്ലിയർ ചെയ്യണം. ഇപ്പൊ ഈ വാട്ടർ ഷെഡ് മൂവ്മെന്റ് എന്നുള്ളതിന് 10 മിനിറ്റ് നേരം ഞാൻ പ്രസംഗിച്ചില്ലേ? ഈ പ്രസംഗം നന്നായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, എങ്കിൽ ഈ ആക്ടിന്റെ പ്രധാനപ്പെട്ട എയിം എന്താ? ഒന്ന്, ബ്രിട്ടീഷ് ടെറിട്ടറിനെ എന്ത് ചെയ്യണം? കൺസോളിഡേറ്റ് ചെയ്യണം. കൺസോളിഡേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകത്താള് നമ്മൾ പഠിച്ച ഇന്ത്യ അതുണ്ടാക്കണം. അപ്പൊ എല്ലാം കൺസോൾഡ് ചെയ്തിട്ട് മാപ്പ് വരയ്ക്കണം. രണ്ടാമത്തെ, ഈ കൺസോൾഡ് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടല്ലോ, ഇവയ്ക്ക് എന്ത് കൊടുക്കണം? ഗവർണൻസ് കൊടുക്കണം. എങ്ങനെയാണ് ഭരിക്കുക എന്നുള്ളത് അറിയണം. അതിനു വേണ്ടിയിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം. നന്നായി മനസ്സിലാക്കുക. ഇത്രയും കാലമായിട്ട് എന്താ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഈ അധികാരം എടുത്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ അധികാരം എടുത്തു. അതിനുവേണ്ടി ഉണ്ടാക്കിയ ആക്ട് ആണ് 1793 ആക്ട്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ആക്ട് ആണ് 1813 ആക്ട്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ആക്ട് ആണ് ഫിക്സ് ഇന്ത്യ ആക്ട് എന്നെല്ലാം പറഞ്ഞ് പഠിച്ച നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന എന്താണ്? ഈ ചാർട്ടർ ആക്ട് 1833 പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയെ കൺസോളിഡേറ്റ് ചെയ്യുക. രണ്ട്, ആ കൺസോളിഡേറ്റ് ചെയ്ത ഇന്ത്യക്ക് എങ്ങനെ ഗവർണൻസ് കൊടുക്കണം, എങ്ങനെ ഭരണം കൊടുക്കണം തീരുമാനിക്കുക. ബ്രിട്ടീഷ് ടെറിട്ടറിനെ എന്താക്കുക? പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. എന്നിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക്, ഇതുവരെ ഉണ്ടായിരുന്ന ഭരണ സംവിധാനത്തെ മാറ്റിയതിനു ശേഷം അതിനൊരു ലീഗൽ ഫ്രെയിംവർക്കും കൊടുക്കുക, നിയമവും കൊടുക്കുക എന്നതാണ് ചാർട്ടർ ആക്ട് 1833 എന്താണ് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇന്ത്യ എങ്ങനെ ഭരിക്കണം എന്ന് ബ്രിട്ടീഷർ എന്ത് ചെയ്യാൻ പോണ്?
സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് 1833 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. നന്നായി മനസ്സിലായോ? കാര്യമൊക്കെ ആയോ? സെന്റ് ഹെലന ഐലൻഡ് നല്ല ചിത്രമാണ്. ഓക്കെ, ഇതാണ്. എങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? എന്താണ് 1833 ആക്ട് നടക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മോണോപ്പൊളി കൊടുത്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അല്ലേ സാർ? ഞങ്ങൾക്ക് അറിയാം, ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 ഉണ്ടാക്കി. ആ കമ്പനിക്ക് എന്തായിരുന്നു? ഒറ്റ കമ്പനിയായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ കമ്പനിക്ക് ഇന്ത്യയായിട്ട് എന്ത് ചെയ്യാം? ട്രേഡ് ചെയ്യാം. അതിനുശേഷം 1793 ആക്ട് പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യാം, ചായയും ട്രേഡ് ചെയ്യാം എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് 19th സെഞ്ചുറി ആയപ്പോ എന്ത് പറ്റി? കമ്പനിയിൽ കറപ്ഷനും ഇൻഎഫിഷ്യൻസിയും വന്നു. ഇതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് എന്ത് പറ്റി? ആക്ച്വലി ഇത്രയും കാലമായിട്ട് ഒരു 1773 അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ എന്ത് പറഞ്ഞ്? കമ്പനിയിൽ ഭയങ്കര കറപ്ഷൻ ആയി, അഴിമതിയായി, ഇൻഎഫിഷ്യൻസി ആയി. അത് മാറ്റാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരുപാട് പേരെ കൊണ്ടുവന്ന് മാറ്റി ഇത്രയും പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ആക്ടിൽ ഒരുപാട് ആക്ട് നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാർ ഈ ഒരുപാട് ആക്ട്? എന്റെ കൂടെ പറഞ്ഞോ, എവിടെ ഇരിക്കുന്ന വെച്ചാൽ പറഞ്ഞോ. ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1773, പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784, ഓക്കെ, ചാർട്ടർ ആക്ട് ഓഫ് 1793, ഓക്കെ, അടുത്തത് എന്താ? ചാർട്ടർ ആക്ട് ഓഫ് 1813, ഇപ്പൊ എന്താ? ചാർട്ടർ ആക്ട് ഓഫ് 1833. ആ സീരീസിൽ വരുന്ന ഒരു ആക്ട് ആണ് എന്ത്? ചാർട്ടർ ആക്ട് ഓഫ് 1833. എന്ന് വെച്ചാൽ ബ്രിട്ടൻ ഇപ്പൊ ഒരു മൂഡിലാണ്. എന്താ? 20 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുക? ചാർട്ടർ ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതാണ് അവിടുത്തെ പ്രധാനമായുള്ള സിറ്റുവേഷൻ ഉള്ളത്. ഈ ആക്ട്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. കമ്പനിയാണോ ഭരിക്കേണ്ടത്, അല്ല രാജാവാണോ ഭരിക്കേണ്ടത്? രാജാവിന്റെ പേരിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ആണോ ഭരിക്കേണ്ടത്, അതോ കമ്പനിയാണോ ഭരിക്കേണ്ടത്? ഒരു ഭാഗത്ത് ബ്രിട്ടീഷ് പാർലമെന്റും രാജാവും, ഒരു ഭാഗത്ത് എന്താ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവരിൽ ആരാണ് ഇന്ത്യ ഭരിക്കുക എന്നുള്ളതാണ് എന്ത്? പ്രധാനപ്പെട്ട പ്രശ്നം. ഇത്രയും കാര്യം മനസ്സിലായോ? എങ്കിൽ ആ കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അത് കൺട്രോൾ ചെയ്തതിനു ശേഷം കമ്പനിയുടെ ഓപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ആര് ചെയ്യാൻ പോകുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ ഈ ചാർട്ടർ ആക്ട് 1833 നമ്മൾ എന്താണ് സാർ പഠിക്കാൻ പോകുന്നത്? എത്ര നേരം എന്താ പഠിച്ച്? എങ്ങനെ ഉണ്ടാക്കി, എന്താ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ അല്ലെ? ചാർട്ടർ ആക്ട് 1833 നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കും ഗവർണൻസിന് വേണ്ടിയിട്ട്. ഗവർണൻസ് എന്ന് വെച്ചാൽ എങ്ങനെ ഭരിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ഫ്രെയിം വർക്ക് ഉണ്ടോ? ഉണ്ടല്ലോ. അതായത് ഡൽഹിയിൽ എന്തുണ്ട്? ഒരു കേന്ദ്രമുണ്ട്. സംസ്ഥാനത്ത് എന്തുണ്ട്? ഒരു നിയമസഭയുണ്ട്. ഡൽഹിയിലെ കേന്ദ്രത്തിന്റെ ഹെഡായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ട്. സംസ്ഥാന നിയമസഭയുടെ ഹെഡായിട്ട് എന്താ? ഒരു ഗവർണർ ഉണ്ട്. ആരുണ്ട്? മുഖ്യമന്ത്രി ഉണ്ട്. അവർക്ക് കീഴിൽ മന്ത്രിമാരുണ്ട്. അവർക്ക് കീഴിൽ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരാകാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്നത് എങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമല്ലേ? അതെ. ആ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നാണ് എന്തിന്റെ ലക്ഷ്യം? ചാർട്ടർ ആക്ട് 1833 ലക്ഷ്യം. ഇത്രയും കാര്യം ഓക്കെ ആയ? ഡൺ അല്ലേ? ഓക്കെ. എങ്കിൽ ചാർട്ടർ ആക്ട് 1833 നടക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ എന്തായിരുന്നു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊടികുത്തി വാഴുകയായിരുന്നു. ആരാണ് സാർ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ആരല്ല, എന്താണ് ആ സംഭവം എന്ന് വെച്ചാൽ എന്താ? വ്യാവസായിക വിപ്ലവം എന്നാണ് അതിനെ പറയാ. വ്യാവസായിക വിപ്ലവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത്? വ്യവസായത്തിൽ ഇമ്പോർട്ടൻസ് വരാൻ വേണ്ടി പോവുകയാണ്. വ്യവസായത്തിൽ ഇമ്പോർട്ടൻസ് വന്നാൽ എന്ത് പറ്റും? ഒരുപാട് കമ്പനീസ് വരും. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഒരു കമ്പനി ഉണ്ടാവുള്ളൂ? അല്ല, ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. ഓക്കെ, ആയിരക്കണക്കിന് കമ്പനീസ് ഉണ്ടാവും. ഇന്ത്യയിൽ ഓൾറെഡി വ്യാപാരം നടത്തുന്ന ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. എങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒഴികെ ബാക്കിയുള്ള കമ്പനികൾക്ക് എന്ത് ചെയ്യണം? വരണം. അത് കറക്റ്റ് അല്ലേ? അതെ. പക്ഷേ 1793 ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിൽ എന്താണ്? മോണോപ്പൊളി ഇല്ലാതാക്കി. ഇനി എന്തുണ്ട്? ചായ ഉണ്ട്, പിന്നെന്താ? ചൈന ഉണ്ട്. നിങ്ങൾ ഒരു ബ്രിട്ടീഷുകാരെ കാണുകയാണെങ്കിൽ അവർക്ക് ചായ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജീവനാണ്. ചായ കുടിക്കാൻ എന്തില്ല? അവർ ഇരിക്കില്ല. ഓക്കെ, ചൈനക്കാർക്ക് എന്താ? ചായ എന്ന് പറഞ്ഞാൽ ജീവനാണ്. സോ അപ്പൊ ഇന്ത്യക്കാർക്ക് എന്താ? ഇന്ത്യക്കാർ ചായ കുടിക്കും, കാപ്പി കുടിക്കും, എല്ലാം കുടിക്കില്ലേ? ഓക്കെ, പക്ഷെ ചായ ജീവനായിട്ടുള്ള അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ എന്താ? ചായ ചായ ചായ. ചൈന എന്ന് പറഞ്ഞാൽ എന്താ? ചായ ചായ ചായ. എങ്കിൽ ഈ ചായ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, തേയില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താ? ഒരു വ്യാപാരമാണ്. അപ്പൊ ബ്രിട്ടനിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നിരിക്കുകയല്ലേ? അപ്പൊ കമ്പനീസ് പറഞ്ഞു ഈ തേയില ഞങ്ങൾക്ക് വേണം. ഓക്കെ, പിന്നെന്താ? ചൈനയിലെ വ്യാപാരം എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് വേണം. കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. രണ്ടാമത്തെ ലേസേ ഫെയർ. സോ അതൊന്ന് എക്കണോമിക് ക്ലാസ്സാ. അതെ, ലേസേ ഫെയർ എന്ന് വെച്ചാൽ എന്താ? പൊതുവായിട്ടുള്ള വ്യാപാരം. മാർക്കറ്റ് ആണ് എല്ലാം ഡിസൈഡ് ചെയ്യുക. സാറ പറഞ്ഞ് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ തക്കാളി ഉണ്ടെന്ന് വിചാരിക്കൂ. എന്തിനാ ഇപ്പൊ തക്കാളി അടുത്തേക്ക് പോകുന്നത്? ഒരു എക്സാമ്പിൾ വേണ്ടിയിട്ടാ. ഒരു ദിവസം തക്കാളി കിട്ടാനേ ഇല്ല. അപ്പൊ 20 രൂപയാണ് തക്കാളി എന്തായി? 200 രൂപയായി. ഒരു ദിവസം തക്കാളിയുടെ മഴ,
അപ്പൊ 20 രൂപ തക്കാളി എന്തായി 10 രൂപയായി. എങ്കിൽ തക്കാളി 10 രൂപയായതും തക്കാളി 200 രൂപയായതും ഡിസൈഡ് ചെയ്ത് ആരാ? മാർക്കറ്റ് ആണ്. മാർക്കറ്റിൽ ആരാ അത്? രണ്ടാളാണ്. ഒരാളുടെ പേരെന്താ? ഡിമാൻഡ്. ഒരാളുടെ പേരെന്താ? സപ്ലൈ. ഡിമാൻഡ് കൂടുതലുണ്ടോ? ഓക്കെ, എന്ത് പറ്റുന്നതായിരിക്കും? സാധനത്തിന്റെ വില കൂടുന്നതായിരിക്കും. സപ്ലൈ കൂടുതലുണ്ടോ? ഒരുപാട് സപ്ലൈ ഉണ്ടോ? സാധനത്തിന്റെ വില എന്തായിരിക്കും? കുറയുന്നതായിരിക്കും. സപ്ലൈ ഇല്ലേ? ഫോർ എക്സാമ്പിൾ എന്ത് പറ്റി? മഴയേ ഇല്ല. ഓക്കെ, വേനൽക്കാലമാണ്. അല്ലെങ്കിൽ എന്ത് പറ്റി? അടിപൊളി മഴ, ഫുൾ ടു ഫുൾ മഴ, പ്രളയം വന്നു, കൃഷിയെല്ലാം നാശം ഉണ്ടായി. എങ്കിൽ പഞ്ചസാര കിട്ടാനില്ല. പഞ്ചസാരക്ക് എന്താ? തീ വിലയാണ്. തീ വില എന്ന് പറയാൻ കാരണം എന്താ? സപ്ലൈ ഇല്ല. എങ്കിൽ ഡിമാൻഡും സപ്ലൈയുമാണ് എന്ത് നടക്കുന്നത്? മാർക്കറ്റിലുള്ള പ്രൈസിനെ അല്ലെങ്കിൽ വാല്യൂവിനെ ഡിസൈഡ് ചെയ്യുന്നതെങ്കിൽ ആ സിദ്ധാന്തത്തിന്റെ പേരാണ് ലൈസി ഫെയർ സിദ്ധാന്തം. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ പരിപാടിയുടെ പേരാണ്. നമുക്ക് എക്കണോമിക്സിൽ ഡീറ്റെയിൽ ആയി പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഡിമാൻഡും സപ്ലൈയും ആണ്. എങ്കിൽ ഒരു കമ്പനി ഒറ്റയ്ക്ക് എന്താ പറയാ തേയിലയുടെ വില എടുക്കുക, അല്ലെങ്കിൽ ചൈനയുടെ വ്യാപാരത്തിന്റെ വില എടുക്കുക എന്ന് പറയുന്നത് ലൈസി ഫെയർ സിദ്ധാന്തത്തിന് എതിരല്ലേ? അതെ. അപ്പൊ അവിടെയുള്ള വ്യാപാരികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്കും വേണം തേയില, ഞങ്ങൾക്കും വേണം ചൈന എന്നാര് പറഞ്ഞു? അവര് പറഞ്ഞു. ഓക്കെ, അത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പരിപാടിയുടെ പേരാണ് ലിബറൽ മൂവ്മെന്റ്. ലിബറൽ മൂവ്മെന്റ് റിഫോം ആക്ട് 1833 എന്ത് ചെയ്തു? കലാശിച്ചു. എന്താണ് സാർ റിഫോം ആക്ട്? അത് ബ്രിട്ടനിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ബ്രിട്ടനിൽ എന്ത് ചെയ്യാൻ പോവാണ്? റിഫോർമേഷൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ലിബറൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരെയും ഉൾക്കൊള്ളുക, വളരെ എന്തായിരിക്കുക? പോസിറ്റീവായി തിങ്ക് ചെയ്യുക. പിന്നെന്താ? ഒരാളെയും നമ്മള് അവരുടെ ജാതി, മതം, അല്ലെങ്കിൽ ലിംഗം, വംശഭേദം എന്നുള്ള അടിസ്ഥാനത്തിലൊന്നും വിവേചനം കാണിക്കില്ല. സാർ ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതെ. അപ്പൊ ഭരണഘടന എന്താ? വളരെ ലിബറൽ ആണ്. സാർ ലിബറലിന്റെ ഓപ്പോസിറ്റ് എന്താ? കൺസർവേറ്റീവ് ആണ്. കൺസർവേറ്റീവ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ആക്ച്വലി എല്ലാവരും ഒന്നും ഉൾക്കൊള്ളില്ല. ഇപ്പൊ നമ്മുടെ അമേരിക്കയിൽ പറയുന്നില്ലേ എന്താണ്? ഞങ്ങൾ മാത്രം മതി, പുറമേ നിന്ന് ആള് വരണ്ട, ഓക്കെ, ആരെങ്കിലും വന്ന് എന്ത് ചെയ്യും? ഞങ്ങൾ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞതിനെ വിളിക്കുന്നവരാണ് കൺസർവേറ്റീവ് മൂവ്മെന്റ്. ഓക്കെ, ലിബറൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വരൂ വരൂ, എല്ലാരും വരൂ, നമ്മളെല്ലാം ഒന്നാണ്, നമ്മുടെ സ്കിൻ കളർ എന്തല്ല ഡിഫറെന്റ് ആണെങ്കിൽ നമ്മളെല്ലാരും മനുഷ്യന്മാരാണ്. ഓക്കെ, എല്ലാവർക്കും അധികാരമുണ്ട്. പഴയ രീതിയിലല്ല ജീവിക്കേണ്ടത്, പുതിയ രീതിയിലാണ്. ഓക്കെ, പഴയ എന്ത് ചെയ്യുക? അനാചാരങ്ങൾ ഒഴിവാക്കുക എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന്റെ പേരാണ് ലിബറൽ മൂവ്മെന്റ്. ഈ ലിബറൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിൽ ആക്ട് പെർഫോം ചെയ്തു. ആക്ടിന്റെ പേരാണ് റിഫോം ആക്ട് ഓഫ് 1832. ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓക്കെ, ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊടികുത്തി വാഴുന്ന സമയത്ത്, രണ്ട് ലൈസി ഫെയർ സിദ്ധാന്തം തകർത്താളുന്ന സമയത്ത്, അതേപോലെ റിഫോർമേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ലിബറൽ മൂവ്മെന്റ് ഈ ഇംഗ്ലണ്ടിൽ കൊടികുത്തി വാഴുന്ന സമയത്താണ് ചാർട്ടർ ആക്ട് 1833 ഉണ്ടാക്കുന്നത്. അപ്പൊ ചാർട്ടർ ആക്ട് 1833 എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പൊ ലിബറലിസം പറഞ്ഞ എല്ലാവരും ഉൾക്കൊള്ളിക്കണ്ടേ? വേണം. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഇന്ത്യക്കാരെ എന്ത് ചെയ്യും? അഡ്മിനിസ്ട്രേഷനിൽ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു പരിപാടി ആര് ചെയ്യുന്നതായിരിക്കും? ബ്രിട്ടീഷുകാർ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ലിബറലിസം, ലൈസേ ഫെയർ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അത് മനസ്സിലായ? ഓക്കെ അല്ലെ? ഡൺ ആണെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ, ഡൗട്ട് ക്ലിയർ ചെയ്യണേ. ഓക്കെ, എങ്കിൽ ചാർട്ടർ ആക്ട് 1833 ബ്രിട്ടീഷ് ഗവർണൻസിനെ സെൻട്രലൈസ് ചെയ്തു. സാർ ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് എല്ലാ ആക്ടിലും സെൻട്രലൈസ് ആണ്. ഡീസെൻട്രലൈസേഷൻ വന്നിട്ടില്ലല്ലോ. വരില്ല. ഡീസെൻട്രലൈസേഷൻ വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അധികാരങ്ങളുടെയും ആവിർഭാവം, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളുടെയും അവസാനം, അല്ലെങ്കിൽ എല്ലാ അധികാരങ്ങളും ഉള്ളത് മതി. എന്താ ഉദ്ദേശിക്കുന്നത്? മൊത്തത്തിലുള്ള അധികാരം എന്തായിരിക്കും? ഒരു പ്രത്യേക വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു സെന്ററിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ ഇന്ത്യയിൽ അങ്ങനെ തന്നെ അല്ലേ? സോ സ്റ്റേറ്റിന് പവർ ഉണ്ട്. പിന്നെ സ്റ്റേറ്റിന് പവർ ഉണ്ട്. എന്തൊക്കെ സ്റ്റേറ്റിന് പവർ ഉണ്ടെങ്കിലും ഫൈനൽ പവർ ആരുടെ കയ്യിലാ? സെന്ററിന്റെ കയ്യിലല്ലേ? അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസ്ഡ് അതോറിറ്റി. ഓക്കെ, അപ്പൊ സെൻട്രലൈസേഷൻ ആണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. സെൻട്രലൈസേഷൻ നടന്നിട്ട് എന്തുണ്ടാക്കി? ഒരു പോസ്റ്റ് ഉണ്ടാക്കി. ആ പോസ്റ്റിന്റെ പേരാണ് ഗവർണർ ജനറൽ. അതൊക്കെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ ഗവർണർ ജനറൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പേരാണ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. സാർ അപ്പൊ അതിനു മുമ്പ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ഇല്ലേ? ഇല്ല. കാരണം ഇന്ത്യ ഉണ്ടാവണ്ടേ.
ഇയാൾ എന്താ ഈ പറയുന്നത്? അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ്, പുസ്തകത്താളുകളും നമ്മൾ വരയ്ക്കുന്ന ആ ഇന്ത്യ മാപ്പില്ലേ, ആ മാപ്പിലുള്ള ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇന്ത്യയെ കൺസോൾട്ടേറ്റ് ചെയ്യണ്ടേ, അതായത് ഒരുമിച്ച് കൊണ്ടുവരണ്ടേ. ആ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ള പണിയാണ് ഇവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഒരുമിച്ച് വന്നതിന് ശേഷം അതിനൊരു ഹെഡ് വെക്കും. ആ ഹെഡിന്റെ പേരാണ് ഗവർണർ ജനറൽ. നേരത്തെ ആ പേര് അവിടെയുണ്ട്, പക്ഷെ ആ ഗവർണർ ജനറലിന്റെ പേര് എന്തായിരിക്കും? ബംഗാളിലെ ഗവർണർ ജനറൽ എന്നായിരിക്കും പേരുണ്ടാവുക. ബംഗാളിലെ ഗവർണർ ജനറൽ എന്നുള്ള പേര് മാറ്റിയതിനു ശേഷം അതിനെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ എന്ത് ചെയ്യും? മാറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പരിപാടി ഗവർണർ ജനറൽ ഉണ്ടായ മാറ്റം. രണ്ടാമത്തെ പരിപാടി ട്രേഡ് മോണോപ്പൊളി ഇല്ലാതാക്കി. ഇത് ട്രേഡ് മോണോപ്പൊളി ഇല്ലാതാക്കി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പഠിച്ചു. പക്ഷെ അതിൽ നമ്മൾ രണ്ടെണ്ണം വിട്ടില്ലേ? ഒന്നെന്താ? ഒന്ന് ചായ, ഒന്നെന്താണ് ആക്ച്വലി തേയില, അല്ലെങ്കിൽ രണ്ടാമത്തെ എന്താ? ചൈന. മോണോപ്പൊളി പറഞ്ഞ അർത്ഥം എന്താ? മൊത്തത്തിൽ അവിടെ അവർക്ക് മാത്രമേ കിട്ടുള്ളൂ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ കിട്ടുള്ളൂ, വേറെ ആരും കിട്ടില്ല എന്നല്ലേ. അതിനെ മാറ്റാൻ വേണ്ടി പോവുകയാണ്. യൂറോപ്യൻ കോളനൈസേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്തു. ഇത് നമ്മൾ കഴിഞ്ഞ പഠിച്ച്. ഓക്കെ, കഴിഞ്ഞ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്ഥലം വാങ്ങാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിലെന്ത് പറയും? വരുവിൻ, ഇവിടെ എന്ത് ചെയ്തു? താമസിക്കുവിൻ, നിങ്ങളുടെ എല്ലാ കാര്യവും എന്ത് ചെയ്യുന്നു? മാറ്റുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സാർ, ഈ പറഞ്ഞ ഒന്നും അവിടെ കാണാനില്ല. ഇനി വരുന്ന സ്ലൈഡുകളിൽ ഉണ്ട്. സമാധാനങ്ങൾ എന്ത് ചെയ്യുക? റിലാക്സ് ചെയ്യുക, കഥ നന്നായിട്ട് കേൾക്കുക, എൻജോയ് ചെയ്യുക, കൺസെപ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഹിസ്റ്ററി എന്ന് വെച്ചാൽ എന്താ? ഒരു സ്റ്റോറിയാണ്. സ്റ്റോറി പോലെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് പരിപാടി ലിബറലൈസേഷൻ അല്ലേ? എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണ്ടേ? എങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്തു? ഒഴിവാക്കി. ഇന്ത്യൻസിന് അഗെയിൻസ്റ്റ് ഉള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുകയും, നേരത്തെ അവിടെ സ്ലേവറി ഉണ്ടായിരുന്നു. സ്ലേവറി എന്ന് വെച്ചാൽ എന്താ? അടിമത്തം ഉണ്ടായിരുന്നു. അടിമത്തം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഈ ആക്ടിന്റെ ഫലമായിട്ട് 1843 1843 ഇന്ത്യയില് അടിമത്തം എന്തായി? ഒഴിവായി. ഓക്കെ, 1843 ഒഴിവാകാൻ വേണ്ടി പോണത്. ഓക്കെ, ഡൺ. 20 വർഷത്തേക്ക് എന്ത് ചെയ്തു? ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എന്തിനാ സാറേ ചാർട്ടർ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? വെറുതെ ഒരു രസം. ഓക്കെ, അവരെന്ത് ചെയ്ത്? എക്സ്റ്റെൻഡ് ചെയ്ത്. വേറെ പരിപാടി ഒന്നുമില്ല. അതായത് കമ്പനി തന്നെ ഭരിക്കുന്നത്, ചാർട്ടർ എന്ത് ചെയ്യും? ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യണം. അത് കമ്പനിയുടെ പേരിലല്ലേ? ആരാ ഭരിക്കുന്നത്? ബ്രിട്ടീഷ് പാർലമെന്റ് തന്നെ അല്ലേ? ഗവർണർ ജനറൽ അല്ലേ? രാജാവൻ അല്ലേ? അപ്പൊ പിന്നെ ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ 20 വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. എങ്കിൽ 1833 + 20 എത്രയാ? 1853. അപ്പൊ നെക്സ്റ്റ് ചാർട്ടർ ആക്ട് 1853 ചാർട്ടർ ആക്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ 1853 ചാർട്ടർ ആക്ട് എന്ത് ചെയ്തു? അവിടെ വന്നു. എങ്കിൽ നെക്സ്റ്റ് പരിപാടി എന്താ? നെക്സ്റ്റ് പരിപാടി ക്രൗൺ. ക്രൗൺ എന്ന് വെച്ചാൽ കിരീടം. മലയാളത്തില് എന്താ പറയാ? ഒന്നെങ്കിൽ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി. ആ രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആയിരിക്കും ഇന്ത്യയുടെ ടെറിട്ടറിയുടെ ഹെഡ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, കമ്പനിയുടെ മോണോപ്പൊളി ഉണ്ടായിരുന്നു. എവിടെ? ചൈനയുമായിട്ടും പിന്നെന്താ? ചായയിലും. അപ്പൊ ചൈന, ചായ, ഇത് രണ്ടു പുള്ളി എന്ത് ചെയ്തു? ഇല്ലാതാക്കി. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ നമ്മളോട് നോക്കാൻ പോകുന്ന എന്താ? ദ റെസ്ട്രിക്ഷൻസ് ഓൺ യൂറോപ്യൻ ഇമിഗ്രേഷൻ ആൻഡ് പ്രോപ്പർട്ടി അക്വിസിഷൻ ഇൻ ഇന്ത്യ ഹാവ് ബീൻ ലിഫ്റ്റഡ്. ഓക്കെ, യൂറോപ്യൻ ഇമിഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിൽ നിന്ന് ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് ഈ ആക്ടിന് മുമ്പ് ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു. 1813 ആക്ടിൽ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു? ആക്ച്വലി അതിനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. ഓക്കെ, പക്ഷെ ഇതിന് ഫുൾ ടു ഫുൾ എന്താണ്? എല്ലാരും വന്നോളൂ, ഓക്കെ, എല്ലാരും ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ പരിപാടിയാണ് 1833 എന്താ? ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ദിസ് പാവ് ദ വേ ഫോർ എക്സ്റ്റെൻഡീവ് യൂറോപ്യൻ കോളനൈസേഷൻ ഓഫ് ഇന്ത്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോളനൈസേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ക്ലാസ്സിൽ എക്സ്റ്റെൻഡീവ് യൂറോപ്യൻ കോളനൈസേഷൻ ആയി. എന്താ വെച്ചാൽ യൂറോപ്യന്മാർ മുഴുവൻ വന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെ താമസിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ഇവിടേക്ക് വരികയാണ്. ഓക്കെ, എന്താ സാർ അവർക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള ഇത്രയും വലിയ സംഭവം? അവിടെ തണുപ്പല്ലേ, ഇവിടെ നല്ല ചൂടല്ലേ? ഈ ചൂട് കാലത്ത് ഇവിടെ ഇരിക്കുകയുള്ളതൊക്കെ ഇവിടെ എന്ത് കിട്ടുന്നത്? നല്ല പൈസ കിട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് കിട്ടും? കൺട്രോളും കിട്ടും. ഓക്കെ, അപ്പൊ ചാർട്ടർ ഓഫ് 1833 എന്ത് കൊടുത്ത്? അഡ്മിനിസ്ട്രേറ്റീവ് പവർ കൊടുത്തു. അഡ്മിനിസ്ട്രേറ്റീവ് പവർ ആർക്കാ കൊടുക്കുന്നത്? ഒരു സിംഗിൾ ഗവേണിംഗ് ബോഡി. സിംഗിൾ ഗവേണിംഗ് ബോഡിയെ വിളിക്കാൻ പോകുന്ന പേരാണ് ഗവർണർ ജനറൽ കൗൺസിൽ. അപ്പൊ ഗവർണർ ജനറലും ഒരു കൗൺസിലും ഉണ്ട്. ഈ കൗൺസിൽ ആയിരിക്കും എന്ത് ചെയ്യുക? എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ആ കൗൺസിലിനെക്കാളും പവർ ആയിരിക്കാൻ പോകുന്നത് എന്താ? ഗവർണർ ജനറൽ ആയിരിക്കും. ഒരു പുതിയ പൊസിഷൻ ഉണ്ടാക്കി. അപ്പൊ കുറച്ചു പേര്, സാർ ഗവർണർ നേരത്തെ ഉണ്ട്, ശ്രദ്ധിക്കുക, ഒരു പുതിയ പൊസിഷൻ ഉണ്ടാക്കി. ആ പൊസിഷന്റെ പേരാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ അതിന് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടാവണമെങ്കിൽ ആദ്യം ഇന്ത്യ ഉണ്ടാവണം. ഇയാൾ കുറെ നേരം ഇന്ത്യ ഉണ്ടാവണം പറയുന്നത്. എന്താണ് ഇന്ത്യ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്കൊരു മാപ്പ് വേണ്ടേ? ഓക്കെ, നമുക്ക് എന്ത് വേണം? ടെറിട്ടറിനെ എന്ത് ചെയ്യണം? ഒരുമിച്ച് കൊണ്ടുവരണ്ടേ? ഇപ്പൊ മനസ്സിലാവുന്നുണ്ടാ?
ആദ്യം ടെറിട്ടറിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? ഒരു ഹെഡ് കൊടുത്തു. ആ ഹെഡിന് നേരത്തെ ഗവർണർ ജനറൽ തന്നെയാണ് പേരുണ്ടായിരുന്നത്. അത് ബംഗാളിലെ ഗവർണർ ജനറൽ എന്നാണ് വിളിക്കുക. ബംഗാൾ അല്ലല്ലോ ഇന്ത്യ. ഇന്ത്യ എന്ന് വെച്ചാൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ചേർത്തുള്ള വലിയ സ്ഥലമല്ലേ. അന്നാണെങ്കിൽ വിവിധ രാജ്യങ്ങളുണ്ട്. അന്നത്തെ ഇന്ത്യയില് ബംഗ്ലാദേശ് ഉണ്ട്, പിന്നെന്താ അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, നേപ്പാൾ ഉണ്ട്, ഭൂട്ടാൻ ഉണ്ട്, മ്യാൻമർ ഉണ്ട്, ശ്രീലങ്ക ഉണ്ട്. ഇവരെല്ലാവരും ഉണ്ട്. ഓക്കെ, ഇത്രയും വലിയ ഇന്ത്യയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ആ ഇന്ത്യക്ക് എന്ത് കൊടുത്തു? ഒരു പുതിയ പവർ കൊടുത്തു, പുതിയ പേര് കൊടുത്തു. എന്താണ്? ന്യൂ പൊസിഷൻ. എന്താ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ഒരു കൗൺസിൽ ഉണ്ട്. ഓക്കെ, ഇവര് പറയുന്നതാണ് ഇനി എന്ത്? നിയമം. ഇവര് പറയുന്നതാണ് ഇനി എന്ത്? നീതി. ബാക്കി എല്ലാവരും എന്ത് ചെയ്യുക? ഇവർക്ക് കീഴിൽ വർക്ക് ചെയ്യുക എന്നൊരു രീതിക്ക് 1833 ആക്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഈ ഗവർണർ ജനറൽ എന്ത് ചെയ്യാൻ പറ്റും? സിവിൽ കാര്യവും നോക്കാം, മിലിറ്ററി കാര്യവും നോക്കാം. സിവിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയെങ്കിലും മാല പൊടിച്ചുകൊണ്ടുപോയി, അല്ലെങ്കിൽ എന്താ അതിർത്തി തർക്കം, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നം, അതാണ് സാറേ ഗവർണർ ജനറൽ നോക്കാൻ പോണത്. അങ്ങനെയല്ല മക്കളെ, ഞാൻ ഉദ്ദേശിച്ചത് സിവിൽ എന്ന് വെച്ചാൽ പൊതുവെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ. മിലിറ്ററി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ സിവിൽ കാര്യത്തിൽ എന്താ? ഹോസ്പിറ്റൽ വേണോ, റോഡ് വേണോ, അല്ലെങ്കിൽ എന്താ മറ്റ് ഡെവലപ്മെന്റ് ചെയ്യണോ എന്നതിലും ഗവർണർ ജനറലിന് ഫുൾ പവർ ഉണ്ട്. അല്ല, ഏതെങ്കിലും രാജ്യത്തെ അറ്റാക്ക് ചെയ്യണോ, ഏതെങ്കിലും സ്ഥലത്ത് യുദ്ധം നടത്തണോ എന്നതിലും എന്തുണ്ട്? ഗവർണർ ജനറലിന് പവർ ഉണ്ട്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവർണർ ജനറലിന് ഇനി ബംഗാൾ, മദ്രാസ് ആൻഡ് ബോംബെ ആൻഡ് അതർ ടെറിട്ടറീസ് എന്തൊക്കെ പ്രവിശ്യ ഉണ്ടോ, പ്രവിശ്യ എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് ഭരിക്കുന്ന സ്ഥലം. എന്തൊക്കെ പ്രവിശ്യ ഉണ്ടോ ആ പ്രവിശ്യയുടെ പുറത്ത് മുഴുവൻ എന്ത് ചെയ്തു? ഗവർണർ ജനറലിന് പവർ വന്നു. ഓക്കെ, അപ്പൊ ബംഗാളിന്റെ ഫുൾ പവർ ആർക്ക്? ഗവർണർ ജനറലിന്. മദ്രാസിൽ എന്തുണ്ടാവും? വേറെ ഗവർണർ ഉണ്ടാവും, എങ്കിലും ഫുൾ പവർ ആർക്ക്? ഗവർണർ ജനറലിന്. ബോംബെയിൽ എന്തുണ്ടാവും? വേറൊരു ഗവർണർ ഉണ്ടാവും, എങ്കിലും ഫുൾ പവർ ആർക്ക്? ഗവർണർ ജനറലിന്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഗവർണർ ജനറൽ എന്തുണ്ടാവും? എല്ലാ റവന്യൂസും എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയി പറഞ്ഞാൽ വരവും ചെലവും എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അപ്പൊ വരവും ചെലവിന്റെയും അൾട്ടിമേറ്റ് കൺട്രോൾ ആരാണ്? ഗവർണർ ജനറൽ ആണ്. ഗവർണർ ജനറലിന്റെ പേരെന്താ? ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഓക്കെ, അപ്പൊ മദ്രാസിന് ബോംബെക്ക് എന്ത് ചെയ്തു? അവരുടെ പവർ ലോസ്റ്റ് ആയി. ഓക്കെ, നേരത്തെ അവർ സ്വന്തമായിട്ട് കുറെ തീരുമാനം എടുക്കായിരുന്നു. ഇപ്പൊ സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തുണ്ടെങ്കിൽ എവിടേക്ക് വിളിക്കണം? ബംഗാളിലേക്ക് വിളിക്കണം. ബംഗാളാണെങ്കിൽ എന്തായിരിക്കും? കമ്പിളി പോപ്പേ, കമ്പിളി പോപ്പേ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല, ഞങ്ങൾ പറയുന്നത് എന്ത് ചെയ്യുക? നിങ്ങൾ കേൾക്കുക. അവിടെ നിങ്ങോട്ട് പറയുന്നത് എന്ത് ചെയ്യില്ല? കേൾക്കില്ല. എങ്കിൽ മദ്രാസിലെയും ബോംബെയിലെയും എന്താ പറയാ, നമ്മുടെ എന്താണ് ടെറിട്ടറീസിന്, അല്ലെങ്കിൽ പ്രവിശ്യക്ക്, അല്ലെങ്കിൽ പ്രൊവിയൻസിന് എന്ത് നഷ്ടപ്പെട്ടു? ലെജിസ്ലേറ്റീവ് പവേഴ്സ് നഷ്ടപ്പെട്ടു. എന്താണ് സാറേ ഈ ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? നിയമം ഉണ്ടാക്കാനുള്ള അധികാരം. നിയമം ഉണ്ടാക്കാനുള്ള അധികാരം എന്ത് ചെയ്ത്? നഷ്ടപ്പെട്ടു. ഓക്കെ, എങ്കിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാ ഉള്ളത്? ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലിനും. മനസ്സിലായ ഇപ്പൊ സെൻട്രലൈസേഷന്റെ കാര്യം? സെൻട്രലൈസേഷൻ പറഞ്ഞാൽ ഏകദേശം എന്തായി? രാജഭരണം പോലൊരു സിറ്റുവേഷൻ ആയി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ആ ഗവർണർ ജനറൽ കൗൺസിലിൽ ഒരു ലോ എക്സ്പെർട്ട് ഉണ്ടാവും. നേരത്തെ ഗവർണർ ജനറൽ കൗൺസിലിൽ ലോ എക്സ്പെർട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഗവർണർ ജനറൽ കൗൺസിൽ എന്ത് ചെയ്തു? ഒരു ലോ എക്സ്പെർട്ട്, ഒരു നിയമ വിദഗ്ധനെ എന്ത് ചെയ്തു? ഉള്ളിൽ ചേർത്തു. ഓക്കെ, ഇനി മുതൽ കമ്പനിയിൽ എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഇല്ല. എന്തിന്റെ അടിസ്ഥാനത്തില്? റിലീജിയൻ, മതം, കളർ, ഓക്കെ, എന്താ സ്കിൻ കളർ, ബർത്ത് പ്ലേസ്, എവിടെയാണോ ജീവിച്ചിരിക്കുന്നത്, ഡിസെന്റ്, നിങ്ങൾ പണക്കാരന്റെ മകനാണോ, പാവപ്പെട്ട മകനാണോ, പ്രഭുവിന്റെ മകനാണോ, എന്താ കൂലിപ്പണിക്കാരന്റെ മകനാണോ, നോ പ്രോബ്ലം. ഇനി മകളാണോ, നോ പ്രോബ്ലം. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റും? നോ ഇഷ്യൂ. എന്താണ്? നിങ്ങൾ എല്ലാവരും ഒന്നാണ്. പിന്നെ 1837 നിങ്ങളെല്ലാവരും ഒന്നാണെന്ന് പറഞ്ഞാൽ നടന്ന തന്നെ. ഇപ്പോഴേ നടന്നിട്ടില്ല, പിന്നെയാണ് അപ്പോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾ വിചാരിച്ചത് 100% കറക്റ്റ് ആണ്. റിയാലിറ്റി ഡിഫറെന്റ് ആയിരുന്നു. ഓക്കെ, പക്ഷെ എന്റെ സുഹൃത്തുക്കളെ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് നിയമത്തിൽ എഴുതിയിട്ടുണ്ടാവണ്ടേ? അല്ലെങ്കിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ പേഴ്സ് ആരോ അടിച്ചെടുത്തു എങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ ഓൾറെഡി ഒരു നിയമം വേണ്ടേ? ഒരു വിലപ്പെട്ട വസ്തു പോവുകയാണെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. അതിന് സെക്ഷൻ ഉണ്ട്. സെക്ഷൻ ഇല്ലാത്തതിന് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷുകാര് റിലീജിയന്റെയോ കളറിന്റെയോ ബർത്ത് പ്ലേസിന്റെയോ ഡിസെന്റിന്റെയോ പേരിൽ എന്ത് ചെയ്യില്ല? അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. എങ്കിൽ ഇത് ഇന്ത്യയില്
എന്ത് ക്രിയേറ്റ് ചെയ്തു, എന്ത് തത്വം ക്രിയേറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ പറയുന്ന പേരാണ് പൊളിറ്റിക്കൽ ആക്ടിവിസം. പൊളിറ്റിക്കൽ ആക്ടിവിസം വെച്ചാൽ എന്താ, ഞങ്ങൾക്ക് വിവേചനം നേരിടുന്നു ഇന്ത്യക്കാർക്ക്, അപ്പൊ എന്ത് ചെയ്യണം, അതിനെതിരെ പ്രതികരിക്കണം. റിലീജിയന്റെ പേരിൽ എന്ത് വരുന്നു, പ്രശ്നം വരുന്നു. എല്ലാ റിലീജിയനും എന്താ, ഒന്നാണ്. എവിടെ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല, എന്തായിരിക്കണം, എല്ലാവരും ഒന്നാണ്, എല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ആ ഐഡിയയെ വിളിക്കുന്ന പേരാണ് പൊളിറ്റിക്കൽ ആക്ടിവിസം. അപ്പൊ പൊളിറ്റിക്കൽ ആക്ടിവിസം എന്ന് പറയുന്ന പരിപാടി ഇന്ത്യക്കാർക്കിടയിൽ ഫൗണ്ടേഷൻ ചെയ്തത്, അതായത് എന്താ, പ്രധാനമായിട്ട് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ എന്താ തുടക്കം കുറിച്ചത് ആരാണ്, ചാർട്ടർ ആക്ട് 1833 ആണ്. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അതെ, അപ്പൊ ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് റിലീജിയൻ, കളർ, ബർത്ത് പ്ലേസ് ഓഫ് ഡിസെന്റ് വന്നിട്ടുണ്ടെങ്കിൽ ലിബറലിസത്തിന്റെ ഭാഗമായിട്ട് എന്ത് വന്നു, സ്ലേവറി കണ്ടീഷൻസ്, ആളുകളെ അടിമപ്പെടുത്തുന്നത് എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പൊ അടിമത്തം ഒഴിവാക്കാൻ വേണ്ടി പോവാണ്, അടിമ കച്ചവടം ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പൊ അടിമ കച്ചവടവും എന്താ അടിമത്തവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചാർട്ടർ ആക്ട് 1833 എന്ത് ചെയ്തു, കൂലങ്കഷമായി പറഞ്ഞു. എപ്പോഴാ ഒഴിവാക്കുക, 1843 ആണ് ഒഴിവാക്കുക. എന്തായാലും നെക്സ്റ്റ് ചാർട്ടർ ആക്ട് വരുന്നതിന് മുമ്പ് ഒഴിവാക്കിയില്ലേ. അപ്പൊ 1843 ഇന്ത്യയിലെ പ്രവിശ്യകളിൽ, പ്രൊവിയൻസുകളിൽ ഒക്കെ എന്ത് സംഭവിച്ചു, അടിമത്വം ഒഴിവായി, അടിമക്കച്ചവടം ഒഴിവായി. എന്താ ഇയാള് പ്രൊവിയൻസ് അല്ലെങ്കിൽ പ്രവിശ്യ എന്ന് കൃത്യമായി പറയുന്നത്, നാട്ടുരാജ്യങ്ങൾ ഒഴിവാകാൻ എന്ത് ചെയ്യണം, ഇനിയും സമയമെടുക്കും. ഓക്കെ, അത്രയും കാര്യം ഒക്കെ ആണല്ലോ. അപ്പൊ പ്രൊവിയൻസുകളിൽ, അപ്പൊ ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാത്രം, എന്താണ് പ്രവിശ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന സ്ഥലം. എന്താണ് നാട്ടുരാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു രാജാവ് ഉണ്ടാവും, ബ്രിട്ടീഷുകാർ രാജാവിന് എന്ത് ചെയ്യും, ഇൻഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. ആര് മുഖാന്തരം, പ്രസിഡന്റ് മുഖാന്തരം. എന്റെ ഫേവറേറ്റ് എക്സാമ്പിൾ കേരളം. കേരളത്തിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യം, രാജാവുണ്ട്, റെസിഡന്റിനെ വെച്ച് കൺട്രോൾ ചെയ്യും. കൊച്ചി നാട്ടുരാജ്യം, രാജാവുണ്ട്, റെസിഡന്റിനെ വെച്ച് കൺട്രോൾ ചെയ്യും. മലബാർ നാട്ടുരാജ്യം അല്ല, മലബാർ രാജവംശം ഒരു രാജവംശമേ ഇല്ല. അപ്പൊ മലബാർ എന്താണ്, ബ്രിട്ടീഷുകാർ ഡയറക്ട്ലി ഭരിക്കുന്ന സ്ഥലമാണ് എങ്കിൽ എന്താ പറയാ, അതിനെ വിളിക്കുന്ന പേരാണ് പ്രവിശ്യ. ഇത്രയും മനസ്സിലായോ? അപ്പൊ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രൊവിയൻസുകളിൽ എപ്പോ സ്ലേവറി അല്ലെങ്കിൽ അടിമ കച്ചവടം നിർത്തലാക്കി, 1843. ഓക്കെ, നാട്ടുരാജ്യങ്ങൾ നിർത്തലാക്കാൻ എന്തോരും, ഇനിയും സമയം വരുന്നതായിരിക്കും. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ രണ്ടെണ്ണാണോ? ഓക്കെ, എങ്കിൽ ചാർട്ടർ ആക്ട് 1833 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മോണോപ്പൊളി ഇല്ലാതാക്കിയില്ലേ. എന്ത് മോണോപ്പൊളി ഇല്ലാതാക്കി സർ? ചായയും എന്താ ചൈനയും ഇല്ലാതാക്കിയില്ലേ. എങ്കിലും ഇനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പണി എന്താ, ട്രേഡ് നടത്തേണ്ട ഒരു പരിപാടിയില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബിസിനസ് തമ്മിൽ എന്തില്ല, യാതൊരു ബന്ധവും ഇല്ല. ഇനി അത് വെറും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ എഴുതുക, കണക്ക് ചെയ്യുക. നിങ്ങൾ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമല്ലേ, നിങ്ങൾ അവിടെ പോയിട്ട് എന്തെങ്കിലും വ്യാപാരം നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ഫയൽ നോക്കുക, കണക്ക് എഴുതുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, നിയമനിർമ്മാണത്തിൽ സഹായിക്കുക, ഇതൊക്കെയല്ലേ നിങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ പരിപാടിയാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ബ്രിട്ടീഷ് ക്രൗണിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷ് രാജാവിനോ രാജ്ഞിക്കോ വേണ്ടിയിട്ട്. ആരുടെ കൺട്രോളില്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ കൺട്രോളില്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ മൊത്തം കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരിക്കും. ആരാണ് സാർ ഈ മഹത്തായ വ്യക്തി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കയ്യിലുള്ളത്? വില്യം ബെനഡിക്ട്. ഓക്കെ, അപ്പൊ വില്യം ബെനഡിക്ട് ആണ് എന്തായിട്ട് വരാൻ പോകുന്നത്, ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആവാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ വില്യം ബെനഡിക്ട് അവിടെ വന്നതിന് ശേഷം എങ്ങനെയാ ഭരിക്കുക വെച്ച് കഴിഞ്ഞാൽ ഏത് നോക്കിയിട്ടാ ഭരിക്കുക, എന്ന് നോക്കിയിട്ടാ ഭരിക്കുക വെച്ചാൽ ആള് പറയുന്ന പോലെ ഭരിക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. വില്യം ബെനഡിക്റ്റിന് നമുക്ക് എന്താക്കാൻ പറ്റില്ല, മോണോപ്പൊളി കൊടുത്തിട്ട് എന്താ പുള്ളിക്ക് എന്താ രാജഭരണമാക്കാനൊന്നും പറ്റില്ലല്ലോ. ഡെമോക്രസി അല്ലേ വേണ്ടത്. അങ്ങനെയെങ്കിൽ ഒരു നിയമസംഹിത വേണം. നിയമം വേണ്ടേ? നിയമമാണ് ഭരിക്കേണ്ടത്, അല്ലാതെ ആളുകളല്ല. പറഞ്ഞു മനസ്സിലായില്ല. പ്രധാനമന്ത്രിയല്ല ഇന്ത്യ ഭരിക്കുന്നത്, ഭരണഘടനയാണ്. ഓക്കെ, നിയമമാണ്. മുഖ്യമന്ത്രിയല്ല കേരളം ഭരിക്കുന്നത്, നിയമമാണ്. നിയമമാണ് എല്ലാത്തിന്റെയും മുകളില്. റൂൾ ഓഫ് ലോ എന്നാണ് അതിനെ പറയാ. നിയമമാണ് ഭരിക്കുക. അപ്പൊ വില്യം ബെനഡിക്റ്റിന് പവർ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വില്യം ബെനഡിക്റ്റ് മാത്രം അൾട്ടിമേറ്റ് പവർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? സ്വച്ഛാധിപത്യം വരും. അതെന്താ, അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് വരും. അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അതിനുവേണ്ടി എന്തുണ്ടാക്കണം? നിയമം ഉണ്ടാക്കണം. അപ്പൊ ലീഗൽ കോഡിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഇന്ത്യൻസിന് എന്ത് ചെയ്യുന്നതായിരിക്കും? ഗവൺമെന്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എന്തായിട്ട് സാറേ? ക്ലർക്കായിട്ട്,
സിവിൽ സർവീസ് പോസ്റ്റ് ആയിട്ട് എങ്ങനെയൊക്കെ എന്ത് ചെയ്യും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയാ പറയാ, പ്രഭുവിന്റെ മകൻ ജമീന്ദാറിന്റെ മകന്മാർ മാത്രമാണോ വരിക? അല്ല. ഓക്കെ, മെറിറ്റ് ബേസ്ഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, എക്സാം എഴുതിയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഉടനെ ആളുകള്, സാർ അത് ഇതിലല്ല വന്നിരിക്കുന്നത്. ഞാൻ സമ്മതിച്ചു, അത് ഇതിലല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഓക്കെ, എന്താ സംഭവം, എന്താണ് അതിന് തുടക്കം കുറിച്ചത്, എന്താണ്, ഈ ആക്ടിലാണ്. അത്രയും നമുക്ക് പറയാനുള്ളൂ. ഡണ്ണല്ലേ സാർ? എന്തുകൊണ്ട് അത് പറ്റാതിരുന്നത്? എന്തുകൊണ്ടാ? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുണ്ട്. ഇവര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓർമ്മ വരുത്താം. ഓക്കെ, ആ പിറ്റ്സ് ഇന്ത്യ ആക്ടില് രണ്ടായി ഡിവൈഡ് ചെയ്തായിരുന്നു. ഒന്ന് ബോർഡ് ഓഫ് കൺട്രോൾ, അതാരുടെ കയ്യിലാ? ബ്രിട്ടീഷ് എന്താ പറയാ, ഗവൺമെന്റ് കയ്യിലാണ്. രണ്ടാമത്തെ എന്താ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതാരുടെ കയ്യിലാ? കമ്പനിയുടെ കയ്യിലാണ്. അപ്പൊ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൂലങ്കഷമായി പറഞ്ഞു, കമ്പനിയിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ഭരണ സംവിധാനത്തിൽ എന്ത് ചെയ്യില്ല, ഞങ്ങൾ ഒരു സിവിൽ സർവന്റിനെയും ഇന്ത്യക്കാരാക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്തില്ല, നടന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നതായിരിക്കും, നടക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡണ്ണല്ലേ? അപ്പൊ എൻഡ് ഓഫ് ട്രേഡ് മോണോപ്പൊളി ഇന്ത്യയിലേക്കുള്ള ട്രേഡ് മോണോപ്പൊളി എന്താ ഒഴിവാക്കിയത്? 1813 ചാർട്ടർ ആക്ട് ആണ്. ഓക്കെ, ചായയിലും എന്താ, ചൈനയിലും ട്രേഡ് മോണോപ്പൊളി ഒഴിവാക്കിയത് 1833 എന്താ, ചാർട്ടർ ആക്ട് ആണ്. കംപ്ലീറ്റ് ട്രേഡ് മോണോപ്പൊളി എന്ന് വെച്ചാൽ എന്താ, ഇനി മുതൽ കമ്പനിക്ക് ട്രേഡേ ഇല്ല എന്ന് പറഞ്ഞ ആക്ട് ഏതാ? ചാർട്ടർ ആക്ട് 1833 ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ദിസ് മാർക്ക് ദ കമ്പനീസ് ട്രാൻസിഷൻ ഫ്രം എ കൊമേഴ്ഷ്യൽ എൻറ്റിറ്റി ടു ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആക്ടിംഗ് ഫോർ ബ്രിട്ടീഷ് ക്രൗൺ. ഇനി മുതൽ കമ്പനി എന്ന് പറയുന്നത് വ്യാപാരത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. കമ്പനിയുടെ പ്രധാന പണിയെ വ്യാപാരം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി മുതൽ കമ്പനി എന്ന് പറയുന്നത് വ്യാപാരത്തിന് വേണ്ടിയുള്ളതല്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷ് രാജാവിന്റെ കീഴിലുള്ള ബ്രിട്ടീഷ് പാർലമെന്റിന് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് നടത്തുക, എഴുത്തുകുത്തുകൾ നടത്തുക, ഭരണ സംവിധാനം നോക്കുക എന്നുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അത്രയും കാര്യം ഒക്കെ അല്ലേ? ഡണ്ണല്ലേ? എങ്കിൽ ആ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിലേക്ക് എന്താ പറയാ, PSC എക്സാം നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. ഇല്ല. പക്ഷെ പ്രധാന പ്രശ്നം എന്താ, ഇപ്പോഴും കുറച്ച് കമ്പനിയുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അവിടെ ഉണ്ട്. മനസ്സിലായ? എങ്കിൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റും. അപ്പൊ ഇനി വരാൻ പോണ കാര്യങ്ങൾ ഇന്ത്യക്കാർ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇതിലേക്ക് സിവിൽ സർവന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കുന്നതായിരിക്കും. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഇത്രയും ഡണ്ണല്ലേ? അതെ. സെൻട്രലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ചാർട്ടർ ആക്ടിന്റെ 33യുടെ സിഗ്നിഫിക്കൻസിൽ വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ തന്നെ പറ, എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടെ എന്റെ കൂടെ പറ. ഓക്കെ, സെൻട്രലൈസേഷൻ ഉണ്ടായിരുന്നു. ആരുടെ കയ്യിലായിരുന്നു പവർ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. കൂടെ ഒരു കൗൺസിൽ ഉണ്ട്. നേരത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ പേരെന്തായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. പേര് മാറ്റിയില്ലേ? അതെ. ഈ ആക്ട് പ്രകാരം എല്ലാ പവറും കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷം എവിടെ കിട്ടി? ഗവർണർ ജനറലിന്റെ കയ്യിൽ കിട്ടിയില്ലേ? അതെ. മദ്രാസിനും എന്താ, ബോംബെക്കൊക്കെ വല്ല പവർ ഉണ്ടാ? ഇല്ല. കോഡിഫിക്കേഷൻ ഓഫ് ലോ, ഈ ഗവർണർ ജനറൽ എന്ത് വേണം? ലോ വേണ്ടേ? അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ ലോ കമ്മീഷൻ ഉണ്ടാക്കി. ഇന്ത്യൻ ലോ കമ്മീഷൻ പ്രകാരമാണ് IPC CRPC ഒക്കെ എന്ത് ചെയ്യാൻ പോണത്, വരാൻ വേണ്ടി പോണത്. ഓക്കെ, അതിനിപ്പോ എന്താ, ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ എന്ത് ചെയ്യും, വിളിക്കുന്നതായിരിക്കും. ഈ ഇന്ത്യൻ ലോ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഹെഡിന്റെ പേരാണ് ലോർഡ് മക്കളെ. അപ്പൊ ലോർഡ് മക്കളെ ഇന്ത്യൻ ലോ എന്ത് ചെയ്തു, ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ഇന്ത്യക്ക് ഒരു ലീഗൽ ഫ്രെയിം വർക്ക് കിട്ടി. ഓക്കെ, അപ്പൊ ഭരണ സംവിധാനം അവർ എന്ത് ചെയ്യാൻ പോവാണ്, സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പോഴാണ് എന്താ, ബ്രിട്ടന്റെ കോളനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? സോഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, നിങ്ങൾ തന്നെ പറയാം, ഇന്ത്യക്കാരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശ്രമിച്ചില്ലേ? എന്തിന്റെ അടിസ്ഥാനത്തില്? ജാതി, മതം അല്ലെങ്കിൽ റിലീജിയൻ, ഇതിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല. റേഷ്യൽ അല്ല, റിലീജിയസ് അല്ല, കാസ്റ്റ് അല്ല. എന്തിന്റെ അടിസ്ഥാനത്തില്? മെറിറ്റിന്റെ അടിസ്ഥാനത്തില്. ഓക്കെ, അതൊരു വലിയ സംഭവം അല്ലേ? 1833 അവിടെ രാജാക്കന്മാർ നിൽക്കുമ്പോ, സമീന്ദാർമാർ നിൽക്കുമ്പോ, വലിയ വലിയ ആളുകൾ നിൽക്കുമ്പോ, ജാതി വ്യവസ്ഥ കൂലങ്കഷമായി നിൽക്കുന്ന സമയത്ത് ജാതിയല്ല ഇമ്പോർട്ടന്റ്, സമീന്ദാരുടെ മകനല്ല ഇമ്പോർട്ടന്റ്, എന്താ, മെറിറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതെന്ത് വേണം? അതൊരു വലിയ സംഭവം തന്നെ അല്ലേ? ബ്രിട്ടീഷുകാർ ഫുൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറിയ ചെറിയ നല്ല കാര്യം ചെയ്തിട്ടില്ലേ? എങ്കിലും ഇത് ചെയ്യാനുള്ള കാരണം എന്താ കാരണം? എവിടെയായിരിക്കുന്ന വെച്ചാൽ അവിടെ കൂടെ പറ. എന്താ കാരണം? ലിബറലിസം. ഓക്കെ, നമ്മൾ കാര്യം പഠിച്ചതല്ലേ? ലിബറലിസം ആണ് ബ്രിട്ടനിൽ എന്തിരിക്കുന്നത്, കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, ലെജിസ്ലേറ്റീവ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം, അല്ലെങ്കിൽ നിയമം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാനുള്ള അധികാരം. അത് ആരുടെ കയ്യിലുണ്ട്? ഗവർണർ ജനറലിന്റെ കൗൺസിൽ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഒരു സ്ട്രക്ചേർഡ് ലെജിസ്ലേറ്റീവ് പ്രോസസ് വന്നില്ലേ? ഒരു ഹെഡ് ഉണ്ട്, ഹെഡ് ഗവർണർ ജനറൽ, അതിന്റെ കീഴിൽ ഒരു കൗൺസിൽ ഉണ്ട്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ലോർഡ് മക്കളെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തുണ്ടാവും, നിയമം ഉണ്ടാക്കും. ആ നിയമത്തിൽ മാറ്റം ഉണ്ടാക്കട്ടെ. സാർ മനസ്സിലായില്ല? ഓക്കെ, നേരത്തെ നിയമം ഉണ്ടായിരുന്ന എന്താണ്, ആക്ച്വലി ആരും മണ്ണെണ്ണ വിളക്ക് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം നിയമത്തിൽ
വിചാരിക്കുക. ഇപ്പൊ ആരും മണ്ണെണ്ണ കത്തിക്കുന്നില്ലല്ലോ, അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിന് ചാർജ് കൊടുക്കണം എന്നാണ് നിയമമെങ്കിൽ നിയമം പുതുക്കണ്ടേ. ആ പുതുക്കേണ്ട പണി ചെയ്യുന്ന പേരാണ് ഗവർണർ ജനറൽ ഓഫ് കൗൺസിൽ എന്ന് പറയുന്നത്. നിയമം ഉണ്ടാക്കാൻ പോകുന്ന ആരാ? ലോർഡ് മക്കളെയാണ്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ, ഡണ്ണല്ലേ? ഓക്കെ, ഇന്ത്യൻ ലോ കമ്മീഷനാണ് നിയമം ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ മാറ്റം ആരുണ്ടാക്കും? ഗവർണർ ജനറൽ ഓഫ് കൗൺസിൽ ഉണ്ടാക്കും. ഇത്രയും കാര്യം ഡണ്ണാണല്ലോ, ഡണ്ണല്ലേ? ഓക്കെ, എങ്കിൽ ഓഫീസ് ഓഫ് ഗവർണർ ജനറൽ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിന്റെ ലാസ്റ്റ് പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. ഗവർണർ ജനറലിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോണത്. എന്തിനാ സാറേ ഈ ആക്ടിൽ ഗവർണർ ജനറലിനെ കുറിച്ച് പഠിക്കുന്നത്? ഗവർണർ ജനറൽ അതിന്റെ എല്ലാ സംഭവവും, ഒന്നാമത്തെ പോയിന്റ് ഞങ്ങൾ കേട്ട് കേട്ട് മടുത്ത്. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായി? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. അതിൽ നോക്കേണ്ടത് എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ കൗൺസിലിനും വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. നിയമനിർമ്മാണ അധികാരമുണ്ട്. ബോംബെക്കും മദ്രാസിനും മുകളിൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് എന്തുണ്ട്? സിവിൽ മിലിറ്ററി അധികാരമുണ്ട്. എല്ലാ അധികാരവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാസ് ക്രിയേറ്റഡ്. ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇനി വരാൻ പോകുന്ന ആക്ടിനെയൊക്കെ വിളിക്കാൻ പോകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നായിരിക്കും. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. എങ്കിൽ എന്റെ കൂടെ പറ, എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? ഇന്ന് എന്താ നമ്മൾ കാണുന്ന ഇന്ത്യയും ഇന്ത്യയുടെ ചുറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യൻ ഭൂഖണ്ഡം, ഓക്കെ, പ്ലസ് അവിടെ എന്തുണ്ട്? ഭരിക്കാൻ വേണ്ടി ഒരു വ്യക്തിയുണ്ട്. വ്യക്തിയുടെ പേരെന്താ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ആ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് താഴെ എന്തുണ്ട്? കൗൺസിൽ ഉണ്ട്. അതിന്റെ താഴെ എന്തുണ്ട്? ആക്ച്വലി പുതിയ പ്രവിശ്യകളുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അത് സിസ്റ്റം പറയട്ടെ. ഇന്ത്യയുണ്ട്, പുസ്തകത്താള് നമ്മൾ പഠിച്ച ഇന്ത്യയുണ്ട്. അതിന്റെ ഹെഡ് ആയിട്ട് ആരുണ്ട്? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അവരുടെ താഴെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൗൺസിൽ ഉണ്ട്. രണ്ട് കൗൺസിലിന്റെ പേരാണ് ലോകസഭ, രാജ്യസഭ. അതിന് താഴെ സംസ്ഥാനങ്ങളുണ്ട്. സംസ്ഥാനങ്ങൾ, സ്റ്റേറ്റ്സിൽ ആരുണ്ട്? മുഖ്യമന്ത്രി ഉണ്ട്. ഇതേ സിസ്റ്റം അല്ലേ നമ്മളിപ്പോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മാക്സിമം സിസ്റ്റം എവിടെ നിന്ന് വന്നതാ? ബ്രിട്ടൻ നിന്ന് വന്ന തന്നെയല്ലേ? ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്ത തന്നെയല്ലേ? ആ സിസ്റ്റത്തിന്റെ തുടക്കം കുറിക്കുക എന്നുള്ള പരിപാടിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഈ 1833 ചാർട്ടറായിട്ട് നടക്കുന്നത്. ഓക്കെ, നന്നായി മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കണം. അതിനുവേണ്ടി നമ്മൾ ഇത്രയും പ്രാവശ്യം എന്ത് ചെയ്യുന്നത്? പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ തിങ്ക് യു ആർ ക്ലിയർ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്? ചോദിക്കാവുന്നതാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്താ? ആദ്യമായിട്ട് ടെറിട്ടോറിയൽ ഏരിയയെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, അതായത് എൻറ്റയർ ടെറിട്ടോറിയൽ ഏരിയക്ക് ഒരു ഹെഡ് മതി നാല് പറഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറഞ്ഞു. ഓക്കെ, അപ്പോ ടെറിട്ടറി ഉണ്ടായില്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അത് അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലെ? നേരത്തെ ഗവർണർ ജനറൽ കൗൺസിലില് 4 പേരുണ്ടായിരുന്നു. എപ്പോഴാണ് സാർ 4 പേരുള്ളത്? 1773 ആക്ടില്. ഓർമ്മയുണ്ടാ? ഓക്കെ, സോ കുറച്ച് ഓർമ്മ വരുന്നുണ്ട്, കുറച്ച് ഓർമ്മ വരുന്നില്ല. എങ്കിൽ ഇതാ പിടിച്ചോ. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം എന്താണ് ആക്ച്വലി? ഗവർണർ ജനറൽ കൗൺസിലിൽ 4 പേരുണ്ടായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നപ്പോ ഗവർണർ ജനറൽ കൗൺസിൽ എന്ത് ചെയ്തു? 3 പേരാക്കി. ഓക്കെ, പക്ഷെ ചാർട്ടർ ആക്ട് 1833 വന്നപ്പോ വീണ്ടും എന്താക്കി? 4 പേരാക്കി. അപ്പൊ എന്റെ കൂടെ ഓർഡർ പറഞ്ഞേ. 1773 പ്രകാരം ഗവർണർ ജനറൽ കൗൺസിലിൽ എത്ര പേര്? എവിടെയാണ് ഇരിക്കുന്നത്? എന്റെ കൂടെ പറയണേ. 1773 പ്രകാരം ഗവർണർ ജനറൽ കൗൺസിൽ എത്ര പേര്? 4 പേര്. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പ്രകാരം ഗവർണർ ജനറൽ കൗൺസിൽ ആളുകളുടെ എണ്ണം കൂട്ടിയോ കുറച്ചോ? കുറച്ചു. എത്ര ആള്? 3 പേര്. ഓക്കെ, 1833 ചാർട്ടർ ആക്ട് പ്രകാരം അത് വീണ്ടും എത്രയാക്കി? 4 പേര്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഈ നാലാമത്തെ ആള് വെറുതെയാണ്. ഓക്കെ, ചായ കുടിക്കുക, എന്ത് ചെയ്യുക, പരിപാടി ചെയ്യുക, അങ്ങനത്തെ പരിപാടിയാണ്. ഓക്കെ, ദ ഫോർത്ത് മെമ്പർ ഹാഡ് വെരി ലിമിറ്റഡ് പവർ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പവറേ ഉള്ളൂ. ഓക്കെ, പുള്ളിക്ക് എന്താ കൗൺസിൽ മീറ്റിംഗിലൊക്കെ വരുമ്പോൾ ലെജിസ്ലേറ്റീവ് പർപ്പസിനല്ലാതെ വേറെ കാര്യത്തിൽ ഒന്നും പറ്റില്ല, വരാൻ പറ്റില്ല. അതായത് അടിയന്തരമായി കൂലങ്കഷമായ മീറ്റിംഗ് ഉണ്ട്, അതായത് എന്താ യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ്, അപ്പോഴൊന്നും വരാൻ പറ്റില്ല. എന്തിനു വേണ്ടി മാത്രമേ വരാൻ പറ്റുള്ളൂ? നിയമം ഉണ്ടാക്കുന്ന പ്രോസസ്സിന് മാത്രമേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, ഗവർണർ ജനറൽ കൗൺസിലിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു അതോറിറ്റി. എന്ത് അതോറിറ്റി ഉണ്ട്? ഒരു നിയമത്തെ അമെൻഡ് ചെയ്യാൻ. അമെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ നിയമത്തിൽ ഭേദഗതി വരുത്താൻ, എന്തെങ്കിലും മാറ്റം വരുത്താൻ. റിപ്പീൽ ചെയ്യാൻ. റിപ്പീൽ ചെയ്യാന്ന് വെച്ചാൽ അർത്ഥം എന്താ? ആ നിയമത്തെ ഇല്ലാതാക്കാൻ. ആൾട്ടർ ചെയ്യാൻ. ആൾട്ടർ എന്ന് വെച്ചാൽ എന്താ? അതിൽ എന്തെങ്കിലും ചില കാര്യങ്ങളെ മാറ്റി വേറൊരു സാധനം വെക്കാൻ. ഇങ്ങനെയുള്ള എല്ലാ എന്തുണ്ട്? അധികാരങ്ങളും ഉണ്ട്. അത് ബ്രിട്ടീഷിന് ചെയ്യാം, ഏതെങ്കിലും ഫോറിനറിന് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ത്യക്കാരന് ചെയ്യാം. എന്ന് വെച്ചാൽ ഫുൾ സെൻട്രലൈസേഷൻ ആണ്. സെൻട്രലൈസേഷന്റെ പീക്കാണ് എന്ത്? 1833 ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ,
എങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, പിരിയാം. ഓക്കെ, PYQs. Ready. By which one of the following acts was the Governor General of Bengal designated Governor General of India? സർ, കൊച്ചു ചോദ്യം, കൊച്ചുകുട്ടി, ഞങ്ങൾക്ക് എന്ത് ചെയ്യും, ആൻസർ പറയും. എവിടെയാണ് ഇരിക്കുന്ന ആൻസർ പറയണേ? ഓക്കെ, ബൈ വിച്ച് വൺ ഓഫ് ദ ഫോൾ, ഏത് ആക്ടിലൂടെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആക്കിയത്? ഏത് ആക്ട്? അവിടെ താഴത്തെ ആക്ട്, ചാർട്ടർ ആക്ട് ഓഫ് 1833. ടിക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഡി. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ബിക്കം ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഇതല്ല ഇപ്പൊ പറഞ്ഞത്, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയി. കറക്റ്റ് ആണ്. ഓക്കെ, രണ്ട്, ദ ആക്ട് ഓൾസോ ടുക്ക് അവേ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രൊവിൻസസ്. ബോംബെയുടെയും മദ്രാസിന്റെയും പ്രവിശ്യയുടെ എന്താ ലെജിസ്ലേറ്റീവ് പവേഴ്സ് ആരെടുത്തു? നമ്മുടെ എന്താ പറയാ, ഗവർണർ ജനറലിന്റെ കൗൺസിൽ എടുത്തു. കറക്റ്റ് അല്ലേ? ഓക്കെ, അവർക്ക് വലിയ പവർ ഇല്ലല്ലോ, സെൻട്രലൈസേഷൻ പീക്കിലായിരുന്നില്ലേ? അപ്പൊ നമ്പർ 2 എന്താ, ശരിയാണ്. നമ്പർ 3, ദ ആക്ട് എന്റർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി ആൻഡ് ഇറ്റ് ബിക്കം എ പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഇനി ആ കമ്പനിക്ക് കമേഴ്ഷ്യലിസം ചെയ്യാൻ വേണ്ടിയിട്ട്, വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ എന്തേ ഉള്ളൂ, രണ്ട് ചായയേ ഉള്ളൂ. ഒന്ന് ചായ, ഒന്ന് ചൈന. അത് രണ്ടും എന്തായി, ഇല്ലാതാക്കി. ഓക്കെ, അതൊരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയി. 10-100 പ്രാവശ്യം നമ്മൾ പറഞ്ഞതല്ലേ? അതെ. അപ്പൊ 1, 2, 3 എന്താ, ശരിയാണ്. എങ്കിൽ അവിടെ ഓപ്ഷൻ എന്തായിരിക്കണം? വിച്ച് വൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതെന്നാണ് ചോദ്യം. എങ്കിൽ ഏതായിരിക്കണം ഉത്തരം? ഓപ്ഷൻ സി എന്ത് ചെയ്യുക, എല്ലാം ശരിയാണ്, ടിക്ക് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ലോ കമ്മീഷൻ. കറക്റ്റ് ആണ്. അപ്പൊ എന്റെ കൂടെ പറഞ്ഞോ, ഈ ലോ കമ്മീഷന്റെ ഹെഡ് ആയിട്ട് ആരെയാ വെച്ചിട്ടുണ്ടായിരുന്നത്? മക്കളെ. ഓക്കെ, രണ്ട്, ഇറ്റ് എൻഡഡ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അല്ലല്ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് അല്ലല്ലോ എൻഡ് ചെയ്തത്, കൊമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ആണ് എൻഡ് ചെയ്തത്. ഓക്കെ, വ്യാപാര ഫംഗ്ഷൻസ് ആണ് എൻഡ് ചെയ്തത്. അപ്പൊ രണ്ട് തെറ്റാണ്. മൂന്ന്, ഇറ്റ് ലിഫ്റ്റഡ് ഓൾ ദ റെസ്ട്രിക്ഷൻസ് ഓൺ യൂറോപ്യൻ ഇമിഗ്രേഷൻസ്. നടത്തിയില്ലേ? യൂറോപ്യൻ ഇമിഗ്രേഷൻസ്, യൂറോപ്യൻ ഇന്ത്യയിലേക്ക് വരുന്നതിനുള്ള എല്ലാ ഇമിഗ്രേഷൻ പരിപാടികളും റെസ്ട്രിക്ഷൻസ് മാറ്റിയതിനു ശേഷം വരൂ ഇന്ത്യയിലേക്ക് വരൂ, ഇന്ത്യയെ കോളനൈസ് ചെയ്യുന്നു പറഞ്ഞില്ലേ? എങ്കിൽ 1, 3 ശരിയാണ്, 2 തെറ്റാണ്. നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത്, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ എബോ ഈസ് കറക്റ്റ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് വേണ്ടത്. എങ്കിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാ? 1, 3. 1, 3 ഓപ്ഷൻ വേണം. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. With reference to the Charter Act of 1833, consider the following statements. Okay, താഴെ പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ്സ് കൺസിഡർ ചെയ്യുക. ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏത്? വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോവ് ആർ കറക്റ്റ്? ഓക്കെ, അപ്പൊ ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് നോക്കുന്നത്. ഒന്ന്, ഇറ്റ് എൻറ്റർ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് കമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് ആൻഡ് മെയ്ഡ് ഇറ്റ് പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. സർ, ചെയ്ത് മതിയായി. കറക്റ്റ്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കമേഴ്ഷ്യൽ ഫംഗ്ഷൻസ് എൻഡ് ചെയ്തു, എന്തായി? പ്യൂർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയി. രണ്ട്, ഇറ്റ് ഗ്രാൻഡഡ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഓവർ ഓൾ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. കൊടുത്തില്ലേ? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കും അദ്ദേഹത്തിന്റെ കൗൺസിലിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്. എന്ത്? ബ്രിട്ടീഷ് ടെറിട്ടറി ഓഫ് ഇന്ത്യയുടെ പുറത്ത്. കറക്റ്റ് ആണല്ലോ. ആദ്യമായിട്ട് എന്താ, ഫുൾ ബ്രിട്ടീഷ് ടെറിട്ടറിയെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്പർ 3, ഇറ്റ് സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റഡ് ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ് അലോയിങ് ഇന്ത്യൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഈക്വലി. സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. നമ്മുടെ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് പറഞ്ഞില്ലേ നടക്കൂല എന്നുള്ളത്. ഓക്കെ, ഇത് ട്രൈ ചെയ്തായിരുന്നു. ഓക്കെ, എന്താ, ഓപ്പൺ കോമ്പറ്റീഷൻ വേണം, എന്താ, മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം, സിവിൽ സർവീസിന് ഇന്ത്യക്കാരെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നടന്നില്ലല്ലോ, നടന്നില്ല. അപ്പൊ 3 തെറ്റാണ്, 1, 2 എന്താ, ശരിയാണ്. 1, 2 എന്നുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ ടിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, മാർക്ക് വാങ്ങുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻസ് വാസ് നോട്ട് മെയ്ഡ് ഇൻ ദ ചാർട്ടർ ആക്ട് ഓഫ് 1833? ചാർട്ടർ ആക്ട് ഓഫ് 1833 ഇല്ലാത്ത പ്രൊവിഷൻ, അതായത് തെറ്റായത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വേർ ടു ബി അബോളിഷ്ഡ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡിംഗ് ആക്ടിവിറ്റി, വ്യാപാര ആക്ടിവിറ്റി എന്ത് ചെയ്യണം? അബോളിഷ് ചെയ്യണം. ശരിയല്ലേ? അതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയി. അപ്പൊ എ ശരിയാണ്. ബി, ദ ഡെസിഗ്നേഷൻ ഓഫ് ദ സുപ്രീം അതോറിറ്റി വാസ് ടു ബി ചേഞ്ച്ഡ് ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇൻ കൗൺസിൽ. ഇല്ലേ? നേരത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു. The designation of supreme authority was to be changed. നേരത്തെ ഉണ്ടായിരുന്ന ഡെസിഗ്നേഷൻ എന്തായിരുന്നു? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. അതിനെ ചേഞ്ച് ചെയ്തിട്ട് എന്താക്കണം? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കണം. കൂടെ ആരുണ്ട്? കൗൺസിലും ഉണ്ട്. ചേഞ്ച് ചെയ്തില്ലേ? ഓപ്ഷൻ ബി ശരിയാണ്. ഓപ്ഷൻ സി, ഓൾ ലോ മേക്കിംഗ് പവേഴ്സ് ടു ബി കൺഫേർഡ് ഓൺ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. അല്ലെ? എന്താ പറയാ, മദ്രാസും ഇല്ല, ബോംബെയും ഇല്ല, എല്ലാ ലോ മേക്കിംഗ് പവേഴ്സും ആരുടെ കയ്യിലാണ്? ഗവർണർ ജനറലിന്റെ കയ്യിലാണ്. ശരിയാണല്ലോ. ഡി,
ആൻഡ് ഇന്ത്യൻ വാസ് ടു ബി അപ്പോയിന്റഡ് ആസ് ദ ലോ മെമ്പർ ഇൻ ദ ഗവർണർ ജനറൽ കൗൺസിൽ. ഒരു ലോ മെമ്പർ ഉണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്. പക്ഷെ ലോ മെമ്പർ എന്താ പറയാ, അത് ഇന്ത്യൻ ആയിരിക്കുന്ന എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ, ഇല്ല. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുമില്ലല്ലോ, ഇല്ല. അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് അല്ല വേണ്ടത്, ഓപ്ഷൻ ഡി ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ടിക്ക് ചെയ്യാൻ വേണ്ടി പോണത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഷാർട്ട് റൈറ്റ് 1833. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ എബോ ഈസ് കറക്റ്റ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന്, ഇറ്റ് ഡിപ്രീവ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ഓഫ് ദർ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഇല്ലേ, ഗവർണർ ഓഫ് ബോംബെയും മദ്രാസും എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഡിപ്രീവ് ചെയ്തു, ഇല്ലാതാക്കി. രണ്ട്, ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആസ് എ കൊമേഴ്ഷ്യൽ ബോഡി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൊമേഴ്ഷ്യൽ ബോഡി ആയിട്ട് എന്ത് ചെയ്തു, അത് അവസാനിപ്പിച്ചു. രണ്ട് നമ്മൾ ചെയ്തതല്ലേ? ഓക്കെ, അപ്പൊ ഒന്ന് രണ്ടും എന്താ ശരിയാണ്. സോ ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിത്ത് റിഗാർഡ് ടു ദ ചാർട്ടർ ആക്ട് ഓഫ് 1833, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഒന്ന്, ഇറ്റ് എൻഡഡ് ദ കമ്പനീസ് മോണോപ്പൊളി ഓവർ ട്രേഡ് വിത്ത് ചൈന ആൻഡ് ടീ. ഇല്ലേ, ചൈന ചായ രണ്ടുമായിട്ടുള്ള മോണോപ്പൊളി എന്ത് ചെയ്തു, എൻഡ് ചെയ്തു, ശരിയാണ്. രണ്ട്, all restrictions on European immigration and acquisition, okay, removed ആയിരിക്കും. removed all restrictions on European immigration and acquisition. ഇല്ലേ, ഓക്കെ, ചെയ്തില്ലേ, ചെയ്തു. നമ്പർ ത്രീ, ഇറ്റ് ഇൻസ്ട്രക്റ്റഡ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു അബോളിഷ് സ്ലേവറി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോട് സ്ലേവറി അബോളിഷ് ചെയ്യാൻ പറഞ്ഞില്ലേ? സ്ലേവറി അബോളിഷ് ചെയ്തു എന്നല്ല എഴുതിയിരിക്കുന്നത്, സ്ലേവറി അബോളിഷ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഓക്കെ, 1843 എന്ത് ചെയ്യും, അബോളിഷ് ചെയ്യും. എങ്കിൽ മൂന്നും എന്താ ശരിയാണ്. എങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം, ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട്സ് വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഡെസിഗ്നേറ്റഡ് ആസ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ? ഏത് ആക്ട് പ്രകാരമാണ്? ദ ചാർട്ടർ ആക്ട് ഓഫ് 1833. ഓക്കെ, ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്നായിട്ട് മനസ്സിലാക്കുക, ഒരു സ്റ്റോറി പോലെ പഠിക്കണേ. ഓക്കെ, 1853 കഴിഞ്ഞ് 1858 വരെ എന്തായിരിക്കും, ഈ സ്റ്റോറിയിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതിനുശേഷം വരാൻ പോകുന്ന 1892 തൊട്ട് 1947 വരെ എന്തായിരിക്കും, വേറൊരു സ്റ്റോറിയിൽ വരുന്നതായിരിക്കും. ഹിസ്റ്ററി എപ്പോഴും എന്ത് ചെയ്യുക, സ്റ്റോറി ആയിട്ട് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ വൺസ് അഗെയിൻ ഓക്കെ, താങ്ക് യു. അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലാണ് @കിരൺ PSC സ്റ്റഡി സർക്കിൾ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ, ഈ PPT മറ്റു കാര്യങ്ങൾ എന്ത് കിട്ടും, ആ ടെലിഗ്രാം ചാനലിലും ഉണ്ടാവും. നന്നായിട്ട് പഠിക്കുക, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, bye bye, and take care.